ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 64. സെബദിയുടെ മകനായ ജോണിനെ ഗത്സമനിയിൽ ഈശോ കണ്ടുമുട്ടുന്നു. ഈശോയെ തേടി ജോൺ ആതിഥ്യം സ്വീകരിച്ച വീട്ടിലേക്ക് വരുന്നു. അത്താഴത്തിന് ശേഷം അവർ ഒലിവ് തോട്ടത്തിലേക്ക് പോയി. നമുക്കിവിടെ ഇരുന്ന് അല്പം സംസാരിക്കാം, ഈശോ പറഞ്ഞു. ഈശോയുടെ കാൽക്കൽ പുല്ലിലിരിക്കാനാണ് ജോണിനിഷ്ടം. ഒരു പുതിയ ശിഷ്യനെ പഠിപ്പിക്കാനാണ് ഇവിടെ തങ്ങിയതെന്ന് പറഞ്ഞില്ലേ? യുവാവായ ഒരു യഹൂദനാണ് അയാൾ. വിദ്യാഭ്യാസമുണ്ട്, പ്രശസ്തനാണ്. അങ്ങനെയെങ്കിൽ അയാളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കുമല്ലോ. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അനുപാതത്തിലല്ല, സ്നേഹം. ജോൺ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കൂ. നീ അയാളുമായി സ്നേഹമായിരിക്കണം. ഇനിയും രോമമിറക്കിയിട്ടില്ലാത്ത കുഞ്ഞാടാണ് നീ. ജീവിതത്തിൻ്റെ അടിത്തടയെല്ലാം പഠിച്ചവൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് തീരെ മനസ്സില്ല. നീ ഒരു കുഞ്ഞാട് മാത്രമല്ല, ഒരു പരുന്തും കൂടിയാണ് എന്ന ബോധ്യം എനിക്ക് ധൈര്യം തരുന്നു. എപ്പോഴും ആകാശത്തേക്ക് പറക്കുന്ന നിന്നെ ചെളി നിറഞ്ഞ ഭൂമിയിലേക്ക് ഇറക്കാൻ ശ്രമിച്ചാൽ നിന്റെ ഒരു ചിറകടി കൊണ്ട് വിശാലമായ ആകാശത്തിലേക്ക് രക്ഷപ്പെടാൻ കഴിയും. നീലാകാശവും സൂര്യപ്രകാശവും മാത്രമാണ് നിനക്ക് വേണ്ടത്. നീ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ മതി. പുതിയ ശിഷ്യനുമായി കൂട്ടുകൂടാൻ മടിക്കേണ്ട. നിന്റെ സ്നേഹം അവന് പ്രചോദനമാകണം. പത്രോസും മറ്റു ശിഷ്യന്മാരും അവനോട് വലിയ അടുപ്പം കൂടാൻ ഇടയില്ല. എനിക്ക് കഴിയും എന്ന് അങ്ങ് പറഞ്ഞാൽ ഞാനത് ചെയ്യും അങ്ങേക്ക് വേണ്ടി. നന്ദി ഗുരു. അങ്ങ് ശിമയോൻ പത്രോസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ അജ്ഞാതൻ പയ്യൻ വഴി എത്തിക്കാറുള്ള പണം പത്രോസ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ യാത്രാ ചിലവിനും ഡെക്കോയിൽ താമസത്തിനും ആവശ്യമുള്ളവ എടുത്തിട്ട് അങ്ങ് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ 2 നാണയങ്ങളെ എടുത്തിട്ടുള്ളൂ. എഫ്രായിമിന് അടുത്ത് വെച്ച് കണ്ടുമുട്ടിയ സാധുക്കൾക്ക് അത് കൊടുത്തു. അമ്മ തന്നയച്ച ആഹാരവും അങ്ങയുടെ നാമം പ്രസംഗിച്ച് കേട്ട നല്ല ആളുകൾ എനിക്ക് ചെയ്തു തന്ന സഹായവും കൊണ്ട് ഞാനിവിടെ എത്തി. ഇത് നാളെ പാവങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ പതിവ് ഇന്നതാണെന്ന് യൂദാസും കണ്ട് മനസ്സിലാക്കട്ടെ. അങ്ങയുടെ സഹോദരൻ വന്നുവോ? അയാൾ നസ്രത്തിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ യൂദാസ് അല്ല എൻ്റെ പുതിയ ശിഷ്യൻ. അയാൾ കറിയോത്തുകാരനാണ്. ഞാൻ സൈമണെ സുഖപ്പെടുത്തിയ ദിവസം തോമസിൻ്റെ കൂടെ വന്ന ആളാണ് യൂദാസ്. ഓ, അയാളാണോ? അതെ, അവൻ തന്നെ. തോമസ് എന്തെടുക്കുന്നു? അങ്ങയുടെ ആജ്ഞകളെല്ലാം അവൻ നിറവേറ്റി. കാനായക്കാരനായ സൈമൻ്റെ കൂടെ ഫിലിപ്പിനെയും ബർത്തലോമിയെയും കാണാൻ പോയിരിക്കുകയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. ആരോടും പ്രത്യേകത കാട്ടരുത്. പരസ്പരം സഹായിക്കണം, പരസ്പരം പൊറുക്കണം. കുറ്റമില്ലാത്തവരാരുമില്ല. ചെറുപ്പക്കാർക്കും വൃദ്ധന്മാർക്കും കുറ്റവും കുറവുമുണ്ട്. എന്നാൽ സന്മനസ്സുള്ളവൻ പൂർണ്ണത നേടും. എല്ലാവരും ഒരുപോലെ ആയിരുന്നെങ്കിൽ. ചിലർക്ക് ചില സ്വഭാവ ഗുണങ്ങൾ തീരെ കുറവായിരിക്കും. പലരും പലതരക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പ്രബലരായിരിക്കും. ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സ്നേഹം നിങ്ങളെ ഒന്നാക്കണം. നീ ക്ഷീണിച്ചോ? വീട്ടിലേക്ക് മടങ്ങണോ? ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കും. ഞാനും ഇവിടെ ഇരിക്കാം, അങ്ങയോടൊപ്പം പ്രാർത്ഥിക്കാം. അതിനനുവദിക്കുമോ? ഈശോ ഏതാനും പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു. ജോൺ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ക്രമേണ അവൻ്റെ സ്വരം ഇല്ലാതായി. ഈശോയുടെ മടിയിൽ തലവെച്ച് അവൻ ഉറങ്ങുകയാണ്. ഈശോ പുഞ്ചിരിക്കുന്നു. ഉറങ്ങുന്ന ശിഷ്യൻ്റെ തോളുകൾ തൻ്റെ മേലങ്കി കൊണ്ട് പുതപ്പിക്കുന്നു.